ഇപ്പോൾ രഞ്ജിത്തിൻ്റെ നേരത്തെ രഞ്ജിത്തും മനാഫും നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതിൽ രഞ്ജിത്ത് അല്പം ആവേശത്തിൽ സംസാരിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അമിതാവേശത്തിൻ്റെ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കരസേനാ മേധാവി കരസേനയിൽ നിന്നുള്ള ഈ യൂണിറ്റ് നേതൃത്വം നൽകുന്നവർ കൂടി അറിയിച്ചിരിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസും റിക്കവറി ഓപ്പറേഷൻസുമാണ് ഇപ്പോൾ നടക്കുന്നത്. ദീപക് മലയമേലേക്ക് ഒന്ന് പോകാം. ദീപക്, ജിതിനോട് ഒരിക്കൽ കൂടി ഒന്ന് ചോദിക്കൂ. ഒന്നുകൂടി SP വിളിച്ചാൽ നമുക്ക് കൃത്യമായ വിവരം കിട്ടും. SP ഇപ്പോൾ ഓക്കെ എന്നൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജിതിനെ പ്രവേശിപ്പിക്കാനുള്ള അനുമതി SP തത്വത്തിൽ നൽകിയിട്ടുണ്ട്. ഇനി ഇത് കളക്ടർ കൂടി അനുവദിച്ചു കഴിഞ്ഞാൽ ജിതിന് പ്രവേശനം കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് താഴേക്ക് വന്നതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടോ ദീപക്? ജിതിന് അനുമതി കിട്ടിയോ ഇപ്പോൾ? ജിതിൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇപ്പം SP നിങ്ങളെ മാത്രം അകത്തേക്ക് പ്രവേശിപ്പിക്കാം എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് നിങ്ങളുടെ പക്കലേക്ക് കിട്ടിയിട്ടുണ്ട്? കേട്ടോ, ഒന്നും കിട്ടിയില്ല. എൻ്റെ നമ്പറെല്ലാം SP എടുത്തിട്ടുണ്ട്, സേവാണ്. പക്ഷേ എന്നെ വിളിച്ചത് പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നീട് ട്രൈ ചെയ്യാനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടോ? ജിതിൻ ഒരു കോൾ വന്നിരിക്കുകയാണ്. ഹലോ, हाँ बोले सर. मैं इधर हूँ, बाहर मेन बैरिकेड का एरिया है ना, उधर है. हाँ हाँ, ठीक है. हाँ, ഇവിടെ സബ് ഇൻസ്പെക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൂട്ടാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിളിച്ചാരാ? ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറാണ് വിളിച്ചത്. അദ്ദേഹം വന്നിട്ട് കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ജിതിന് അനുമതി. അരുൺ, ഇപ്പോൾ ആ സബ് ഇൻസ്പെക്ടറുടെ ഒരു കോളാണ് വന്നിരിക്കുന്നത് ജിതിനെ സംബന്ധിച്ച്. അതെ, SP നമുക്ക് കൂട്ടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം SP നാരായണ നമ്മുടെ റിക്വസ്റ്റ് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ എത്തും. സബ് ഇൻസ്പെക്ടർ സഹാസ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ആ പ്രദേശത്തിൻ്റെ ചുമതലയുള്ളത്. അങ്കോളയിലെ സബ് ഇൻസ്പെക്ടറാണ് അദ്ദേഹം. ഒരു നൈസ് ജെന്റിൽമാനാണ് അദ്ദേഹം. നമ്മളോട് വളരെ അനുഭാവപൂർവ്വമാണ് പെരുമാറിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ അവിടേക്ക് എത്തും. അദ്ദേഹത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. നമ്മൾ SP നേരിട്ട് വിളിച്ചിരുന്നു. SP ഇപ്പോൾ ആ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. SP നാരായണ അനുമതി നൽകിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ടിക്കറിൽ കൊടുക്കാവുന്നതാണ്. ജിതിന് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക്, ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകാൻ, ജിതിന് മാത്രം സംഭവ സ്ഥലത്തേക്ക് പോകാനുള്ള അനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. SP നാരായണയുടെ അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. സബ് കളക്ടർക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. സബ് കളക്ടർ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ജിതിനെ കൂട്ടാൻ വേണ്ടി അവിടേക്ക് വരും. ആ മെസ്സേജ് ഇപ്പോൾ ജിതിന് ലഭിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ഈ ജിതിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കുടുംബത്തിലെ അംഗത്തെയോ അവിടെ എത്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം നേരത്തെ നമുക്ക് പരിഹരിക്കാമായിരുന്നു. ഈ ഒരു കൺഫ്യൂഷൻ അവിടെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ബട്ട് എനിവേ ഇപ്പോൾ SP പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ജിതിന് മാത്രം അവിടെ പ്രവേശിക്കാനുള്ള അനുമതിയാണ് കൊടുത്തിരിക്കുന്നത്. ആൾക്കൂട്ടം അവിടെ ഉണ്ടാകരുത് എന്ന് SP നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ജിതിന് മാത്രമുള്ള അനുമതിയാണ്. തീർച്ചയായും ജിതിനെ മാത്രമായിരിക്കും സബ് ഇൻസ്പെക്ടർ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവുക. ജിതിനോട് ഒരു കാര്യം കൂടി ദീപക് പറയണം. മറ്റുള്ളവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകരുതെന്നൊരു കണ്ടീഷനിലാണ് ജിതിനെ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൂടി ഒന്ന് ജിതിനോടൊന്ന് പറയണം ദീപക്. ഓക്കെ. ജിതിൻ അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള ആളുകളെ അങ്ങോട്ട് അനുവദിക്കില്ല, ജിതിനെ മാത്രമായിരിക്കും എന്നാണ്. അത് ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഹലോ സാർ. मैंने फ़ोन किया, वो वेट करने के लिए बोला. ओके सर, थैंक यू. हाँ okay, I know that, sir. I only SP ആയിരിക്കാം, അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കാം. SP റിപ്പോർട്ടറിൽ ഇപ്പോൾ നമ്മളുമായിട്ട് സംസാരിച്ചിരുന്നു. ഓഫ് റെക്കോർഡാണ്. ഞാൻ അതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ, ആ ശബ്ദം പ്രേക്ഷകരിലേക്ക് എത്തിക്കാത്തത്. SP ലൈവിൽ വന്ന് സംസാരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നോട് പേഴ്സണലായി സംസാരിച്ചതാണ്. അതുകൊണ്ടാണിത് നമ്മൾ ആ ശബ്ദം കൊടുക്കാത്തത്. SP ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ ഒരാളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നോട് മാത്രം പോകാൻ തന്നെയാണ് പറയുന്നത്. എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ അത് വർക്കിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ തന്നെ പോകാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. അതായത് ഒറ്റയ്ക്ക് പോകാമെന്നുള്ളതാണ് അവർ പറയുന്നത്. അവിടെ ഇപ്പം രക്ഷാപ്രവർത്തനത്തെയും കൂടുതൽ പേര് ചെന്നാൽ ബാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. തീരുമാനം.
ബന്ധപ്പെട്ടു. ജിതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ജിതിനെ ഇപ്പോൾ ആ പ്രദേശത്തേക്ക് കൊണ്ടുപോകും. നോക്കൂ, ദീപക് ഇപ്പോൾ SP വിളിച്ചു. ദീപകിനുള്ള പെർമിഷൻ ജിതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ജിതിനെ മാത്രം ഉള്ളിലേക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റാരെയും ഇപ്പോൾ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത്, സന്നദ്ധ പ്രവർത്തകർക്ക് അനുമതിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജിതിൻ മാത്രം പോവുക, ജിതിൻ അവിടെ നിന്ന് കാണുക. അതിനുശേഷം ജിതിൻ്റെ കാര്യത്തിൽ പോലീസ് ഒരു ഇളവ് അനുവദിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ ഒരു അംഗത്തെ അനുവദിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. SP അത് ചെയ്തു. നൗ ജിതിൻ ക്യാൻ ഗോ. ജിതിന് പോകാൻ സാധിക്കും ഇപ്പോൾ എന്നുള്ളതാണ്. അതിനുശേഷം ജിതിനിൽ നമുക്ക് അവിടെ എന്താണ് നടക്കുന്നത് എന്ന വിവരം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അപ്പോൾ ജിതിനെ എനിക്കൊന്ന് അവിടെ സബ് ഇൻസ്പെക്ടർ എത്തിയിട്ടുണ്ട് അല്ലേ? ഇവിടേക്ക് നിലവിൽ ഇൻസ്പെക്ടർ എത്തിയിട്ടില്ല. പക്ഷേ കൃത്യമായി ഇപ്പോൾ വീണ്ടും കോൾ വന്നിട്ടുണ്ട്. ജിതിന് മാത്രം അകത്തേക്ക് പ്രവേശിപ്പിക്കാം, അല്ലാതെ മറ്റാരെയും കൂടെ കൂട്ടരുത് എന്നുള്ളതാണ് നിർദ്ദേശം. അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൃത്യമായി നേരത്തെ തന്നെ SP ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് രക്ഷാപ്രവർത്തകത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയൊക്കെ സന്നദ്ധ പ്രവർത്തകർ, പ്രത്യേകിച്ച് രഞ്ജിത്ത് ഇസ്രായേലി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് സജീവമായ ഇടപെടലുമുണ്ടായി. പക്ഷേ ഇന്നത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും മിലിറ്ററി സർവീസിൻ്റെ ഭാഗത്തു നിന്ന് സ്കൂബ ഡൈവിങ്ങിനും ഒക്കെയുള്ള നേവിയുടെ സംഘം ഉൾപ്പെടെ ഇവിടേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നേവിയുടെ വാഹനം എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഗംഗാവാലിയിൽ കൂടുതൽ തെരച്ചിൽ നടത്താനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. അത്തരത്തിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇവിടെ നിന്നും ലഭ്യമാക്കാൻ ഈ ഒരു ഘട്ടത്തിൽ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെയൊക്കെ സജീവമായ ഇടപെടൽ നടത്തിയ ആളുകളെ ഇന്ന് കയറ്റിവിടാത്തതിൽ ആദ്യഘട്ടത്തിലൊക്കെ രോഷപ്രകടനമൊക്കെ രഞ്ജിത്ത് ഇസ്രായേലിയുടെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഉള്ള ഒരു സമയമല്ല ഇപ്പോൾ ഇത് എന്നുള്ളതാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം കൃത്യമായി സിവിലിയൻസ് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ അവിടെ തമ്പടിച്ച് നിൽക്കുന്നത് അത് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു തരത്തിൽ അപകട സാധ്യതകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ അവിടേക്ക് പ്രവേശിപ്പിക്കാൻ ഒരു തരത്തിലും ഈ ജില്ലാ ഭരണകൂടം തയ്യാറല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടെ ഇടപെടൽ നടത്തുകയും ഈ കാര്യത്തിൽ ജിതിന് അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് ഏതായാലും നല്ല കാര്യം തന്നെയാണ്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ജിതിന് പങ്കുവയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ ഇത്രയും ദിവസം ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നയാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഈ ഒരു രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് അറിയിക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഏതായാലും ഗുണകരമാകുമെന്ന് പ്രതീക്ഷയും ചെയ്യുന്നു. ആദ്യം നമുക്കൊരു ഇപ്പോൾ നമുക്ക് സന്നദ്ധ പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. അതേസമയം തന്നെ SP ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ടിനെ എനിക്ക് തോന്നുന്നു അത് SP മാത്രം ഒരു ടേക്കല്ല. നമുക്ക് സന്നദ്ധ പ്രവർത്തകരുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ദീപക് തുടർന്നോട്ടെ. ഉള്ളത് ഇനി റോഡും പുഴയും കൂടുന്ന ഭാഗമാണ് കാര്യമായിട്ട് സെർച്ച് ചെയ്യാനുള്ളത്. വീണ്ടും പിന്നെ പുഴയിലാണ്. അതിൽ തന്നെ ഇപ്പോൾ നമ്മളെ ടീമിൽ വന്നതിൽ സ്കൂബ ടീമും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ഉള്ള ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ആ ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും അലോട് വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കൊടുക്കുക. അവരകത്തേക്ക് നമ്മളിപ്പോൾ പറയുന്നത് ഞങ്ങളെ കയറ്റിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ വിദഗ്ധരെ കൊടുക്കാൻ തയ്യാറാണ്. അതേപോലെ രഞ്ജിത്ത് സാറെ അങ്ങനെയുള്ള കോർഡിനേഷൻ ചെയ്യാനുള്ള ആളുകളാണ് നമുക്ക് അവിടെ അനിവാര്യം. ഇപ്പോൾ അവിടെ ആവശ്യമുള്ളവരും മതി. എല്ലാവരും കൂടി ഇപ്പോൾ അവിടെ വേണമെന്നൊന്നുമില്ല. നമുക്കിപ്പോൾ എല്ലാവരും ഇടിച്ച് കയറുന്നല്ല, നമ്മൾ ആവശ്യമാണ് മുന്നിൽ. നമ്മൾ വന്നത് എന്താണെന്ന് അത് ആ ഒരു സംഗതി സക്സസ് ആവണം, അത് നടക്കണം എന്നുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതിന് അവരെ വേണ്ടപ്പെട്ട ആളുകളെ അതിന് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മളൊക്കെ കൂട്ടത്തിലുണ്ട്. ഇനി വേണമെങ്കിൽ അതിന് സന്നദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ ഇനിയും വരുത്താം. വേണമെങ്കിൽ ബാക്കിയുള്ളവർ ഇപ്പോൾ ഉള്ളവരൊക്കെ നമ്മളൊക്കെ പുറത്ത് നിന്ന് ഒക്കെ അതിനൊക്കെ തയ്യാറാണ്. എന്തിനാണ് വേണ്ട ഞങ്ങൾ തയ്യാറാണ്. നമ്മൾ ഏതായാലും നേതൃത്വം നമുക്ക് ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ടും കോർഡിനേഷൻ ചെയ്യുന്ന ആളുകൾ. അവരോട് നമുക്കൊന്ന് പറയേണ്ടത് ഇത് ഒരു തരത്തിലും കൈവിട്ടു പോകാൻ പാടില്ല. അവരുടെ പ്രതിഷേധമാണെങ്കിലും ശരി അവിടെ, കാരണം ഇതൊരു യുദ്ധസമാനമായ ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ആർമിയെയും നമ്മുടെ നേവിയുടെയും NDRFന്റെയും രക്ഷാപ്രവർത്തന ദൗത്യത്തെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അമിതാവേശത്തിന് പുറത്ത് നമുക്ക് അത് നശിപ്പിക്കാൻ കഴിയുന്നതുമല്ല. ശരിയായിരുന്നു, നേരത്തെ തുടക്കത്തിൽ ചില വീഴ്ചകൾ വന്നു. ആ വീഴ്ചകൾ പരിഹരിച്ചപ്പോൾ രക്ഷാപ്രവർത്തന ദൗത്യമുള്ളത് ആർമിയുടെയും നേവിയുടെയും സംഘത്തിൽ തന്നെയാണ്. നമുക്ക് ഒന്ന് മനാഫുമായിട്ട് സംസാരിക്കാൻ, എനിക്കൊന്ന് മനാഫ് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കേൾക്കും. ആ പ്രതിഷേധത്തിൻ്റെ ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കുക. റിപ്പോർട്ടർ TVയും അത് കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. SP ഓൺലൈനായിരുന്നു. SP-യുമായി നമ്മൾ സംസാരിച്ചു. SP ജിതിനെ പെർമിറ്റ് ചെയ്തു. ജിതിൻ്റെ കുടുംബത്തിന് ഇനി ജിതിന് വിവരങ്ങൾ നൽകും. ജിതിൻ